എല്ലാവർക്കും റിപ്പിൾസ് ഓഫ് ട്രോമ എന്ന ഈ സീരീസിൻ്റെ 5ാമത്തെ ആഴ്ചയിലേക്ക് സ്വാഗതം. ഞാൻ സുപർണ ആൻ്റണി. ഇന്ന് നമ്മൾ ട്രോമ റിക്കവറിയിൽ സപ്പോർട്ട് സിസ്റ്റത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റത്തിന് ഒരു ട്രോമാറ്റിക്കോ ചലഞ്ചിങ്ങോ ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സപ്പോർട്ട് എന്നത് ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആകാം, അതുമല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് തന്നെ ആകാം. ഈ കണക്ഷൻസ് എല്ലാം തന്നെ ഇമോഷണൽ കംഫർട്ട് മാത്രമല്ല, സേഫ്റ്റി, സെക്യൂരിറ്റി, കൂടാതെ ഞാനും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്നും എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവും ഒരു വ്യക്തിയുടെ രോഗശാന്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഡൊമസ്റ്റിക് വയലൻസിലൂടെ കടന്നുപോയ ഒരു വ്യക്തി ആ ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം ഒറ്റപ്പെട്ടതായി തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇതേ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന മറ്റു വ്യക്തികളുടെ സപ്പോർട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതിനും നഷ്ടപ്പെട്ടു പോയ ആത്മബോധം വീണ്ടെടുക്കുന്നതിനും വീണ്ടും മുന്നോട്ട് പോകുന്നതിനും ഇത് സഹായകമാകുന്നു. ശക്തമായ സാമൂഹിക പിന്തുണയുള്ള വ്യക്തികൾക്ക് ആഘാതത്തെ നേരിടുന്നതിനുള്ള ശേഷിയും കൂടുതലായി കാണപ്പെടുന്നു. ഇത്തരത്തിലുള്ള പിന്തുണ ദുഃഖം, ആങ്സൈറ്റി, PTSD മുതലായവയുടെ ലക്ഷണങ്ങളെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല, ഇതൊരു ബഫറായി പ്രവർത്തിച്ച് അനുഭവങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നതിനും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവരെ സഹായിക്കുന്നു. നിങ്ങളെ മനസ്സിലാക്കുകയും സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതുമായ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. രോഗശാന്തിയുടെ വഴി നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കേണ്ട ഒന്നല്ല. ശരിയായ പിന്തുണയോടെ ആ യാത്ര പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു ഫോർ ജോയിനിങ് us ടുഡേ. അടുത്ത ആഴ്ചയിൽ സെൽഫ് കെയറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ടേക്ക് കെയർ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.